ഇന്ന് പുലർച്ചെയാണ് കൊച്ചി കുണ്ടന്നൂരിലെ എംപയർ പ്ലാസ എന്ന് പറയുന്നത് ഈ ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത്. വലിയ തോതിൽ തന്നെ തീ ആളിപ്പടർന്നു. പ്രത്യേകിച്ചും ഈ ഗ്രൗണ്ട് ഫ്ലോർ, അവിടെയാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്, അവിടെയാണ് പൂർണ്ണമായും തന്നെ തീ വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നത്. ഇതിൻ്റെ കാരണം ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുലർച്ചെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം ഇവിടേക്ക് എത്തി. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി, അതോടൊപ്പം തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി തീയണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു. ഈ താഴ്ത്ത നിലയിൽ ഹോട്ടലാണെങ്കിൽ അതിന് മുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, റൂംസ് കൊടുത്തിരിക്കുകയാണ്. ഭാഗ്യവശാൽ അവിടേക്ക് തീ പടർന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാവരും സുരക്ഷിതമായി തന്നെ നിന്നു. ഇത് ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ തീ പടർന്ന ഘട്ടത്തിൽ വലിയ തോതിലൊക്കെ തന്നെ ഇവിടെ ആളുകൾ കൂടി. മാത്രമല്ല ദേശീയപാതയിലൊക്കെ തന്നെ വലിയ ആൾത്തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടം കൂടിയാണ്. വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുമെന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുക്കള ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് അടുക്കളുണ്ട്. അതിൽ നിന്നാണ് തീ പടർന്നതായി അറിയാൻ സാധിച്ചത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരും ജീവനക്കാരും ആ സമയം കൊണ്ട് ഓടി പുറത്ത് ഇറങ്ങി വരണം. വൻ അപകടം ഒഴിവായി. എല്ലാവരും ഭയപ്പെട്ടു. ജനങ്ങൾ ആദ്യം ഒന്ന് പകച്ച് ഓടി. ആ സമയം ഷപ്പേക്കും രക്ഷാപ്രവർത്തകരൊക്കെ എത്തി. ഒരു ഫയർഫോഴ്സ് ഉടനെ ഓടിയെത്തി. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫയർഫോഴ്സ് ഓടിയെത്തി. അടുത്ത ഫയർഫോഴ്സ് പിന്നെ അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തവും വന്നു. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഈ അപകടത്തിന്റെ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. രാത്രി സമയത്തൊക്കെ വലിയ തിരക്കുണ്ടാകുന്ന ഹോട്ടലാണ്. എന്തായാലും ആർക്കും ആളപായമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. ചില്ലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കും. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.